Hi everyone, welcome to this video. Happy Easter. And ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പുസ്തകം നിക്കോസ് കസാൻസാക്കിസിന്റെ ക്രൈസ്റ്റ് റൈറ്റ് ക്രൂസിഫൈഡ്, ക്രിസ്തു വീണ്ടും ക്രൂശിക്കപ്പെട്ടു. പുസ്തകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ കുറച്ച് കോൺട്രവേഴ്സിയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. കാരണം ഈ വീഡിയോ ഞാൻ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഒരു ലേ ഔട്ട് ഓഫ് ദ സ്റ്റോറി അത് ഞാൻ 3 പാർട്സിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് പാർട്ട് 1. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഗ്രീസ് ആണ് കഥാപശ്ചാത്തലം. ലൈക്കോവ്രസി, ചെന്നായ്ക്കളുടെ ജലധാര എന്നർത്ഥം വരുന്ന ഒരു സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. അവിടുത്തെ ഒരു ഗവർണർ അല്ലെങ്കിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ആഖ. ആഖയുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഖയ്ക്ക് അവിടെ ഹുസൈൻ എന്ന് പറയുന്ന ഒരു ജോലിക്കാരനുണ്ട്. അദ്ദേഹം ആഖയുടെ ശരിക്കും ഒരു കാവൽക്കാരൻ എന്ന സെറ്റപ്പിലാണ്. പിന്നെ യൂസോഫാക്കി എന്ന് പറയുന്ന ഒരു സിംഗർ ഉണ്ട് എപ്പോഴും ആഖയുടെ കൂടെ. പിന്നെ ആഖയുടെ വീട്ടിലെ ജോലിക്കാരി കൂനി മാർത്ത എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ. ഇനി നമുക്ക് ആ നഗരത്തിലെ മറ്റൊരു ദൃശ്യത്തിലേക്ക് വരാം. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മേധാവി പോപ്പ് ഗ്രിഗോറിസ്. ആൻഡ് നമ്മുടെ എല്ലാ പള്ളി കമ്മിറ്റിയിലും ഉള്ളതുപോലെ തന്നെ അവിടെയും കുറച്ച് പ്രധാനികളുണ്ട്. ആർക്കോൺ ജോർജ് പാത്രിയാർക്കീസ് ആൻഡ് വൃദ്ധനായ ഒരു ലാഡാസ്, പിന്നെ ഈ പോപ്പിന്റെ സഹോദരനായ ഒരു സ്കൂൾ മാസ്റ്റർ. ഇവർ 3 പേരുമാണ് ആ പള്ളി കമ്മിറ്റിയിലെ അല്ലെങ്കിൽ പ്രധാനികളെങ്കിൽ തന്നെ ക്യാപ്റ്റൻ ഫോർട്ടൗണസ് എന്ന് പറയുന്ന ആളും ഈ പറയുന്ന പള്ളി കമ്മിറ്റിയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നടക്കുന്ന ഒരു മീറ്റിംഗിൽ ഒരു പ്രധാനിയായി തന്നെ നമുക്ക് ഈ കഥാപശ്ചാത്തലത്തിൽ വന്നു പോകുന്നുണ്ട്. ഇനി കഥയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരിലേക്ക് വരാം. ആദ്യത്തെ ആളാണ് മനോലിസ്, പിന്നെ മൈക്കേലിസ്. ഈ മൈക്കേലിസ് എന്ന് പറയുന്ന ആള് ആക്ച്വലി നമ്മുടെ ആർക്കോൺ ജോർജ് പാത്രിയാർക്കീസിന്റെ മകനാണ്. പിന്നെ ഉള്ളത് യെന്നക്കോസ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഇദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു കഴുതയുണ്ട്. കഴുതയുടെ പേര് യൂസഫാക്കി എന്നാണ്. ഈ കഴുതയുടെ പുറത്ത് സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോയി നാട്ടിൽ മുഴുവൻ കച്ചവടം ചെയ്യുക, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ പോയി സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ടുവരിക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പേര്. പിന്നെ കോൺസ്റ്റാന്റിസ്, ഇദ്ദേഹം ആ നാട്ടിലെ ഒരു കഫേയുടെ ഓണറാണ്. അപ്പോൾ ഇവർ 3 പേരും മനോരിസമാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുക പ്രധാന കഥാപാത്രം. പള്ളി കമ്മിറ്റി എന്ന് മെൻഷൻ ചെയ്യുന്നത് ഏത് മതത്തിന്റെയും കമ്മിറ്റി ആവാം. അതുപോലെ തന്നെ ഭരണാധികാരിയായി വരുന്ന ആഖ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആൾ, അദ്ദേഹം മേ ബി ഒരു മതത്തിന്റെ പ്രതിനിധിയാവാം, അല്ലെങ്കിൽ ആ രാജ്യത്തെ മൊത്തത്തിൽ അടക്കി വാഴുന്ന രീതിയിലുള്ള ഒരു പ്രതിനിധിയാവാം. അങ്ങനെ ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ബട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഥാകാരൻ ഒരു പ്ലോട്ട് എടുത്തു എന്ന് മാത്രമേ എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ.